എല്ലാവർക്കും Sarath'Sന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാംസങ്ങിന്റെ F62 എന്ന് പറഞ്ഞ ഫോൺ ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ്. F62 എന്ന് പറയുന്നത് F സീരീസിൽ തന്നെ രണ്ടാമത്തെ ഫോണാണ് സാംസങ്ങിന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് F സീരീസ് ലോഞ്ച് ആയപ്പോൾ F41 നിന്നും തുടങ്ങിയത്. F41 എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോൺ ആയിരുന്നില്ല, എന്നാൽ ഒരു ഫെയിലിയറും ആയിരുന്നില്ല. എന്നാൽ പലപ്പോഴായിട്ടും ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല രീതിയിൽ ഓഫേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ടായി. അപ്പോൾ ഇത് ഉപയോഗിച്ചവർക്ക് കുറേയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ആൾക്കാർക്ക് കുറേ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഏറ്റവും പുതിയ F62 വന്നിരിക്കുന്നത്. F62യുടെ ഡിസൈൻ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു ഗ്രേഡിയൻ ഫിനിഷാണ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ അത് ചെറിയൊരു ഗ്രിൽ ഷേപ്പിൽ അകത്ത് അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ സ്റ്റൈലിലുള്ളൊരു ഡിസൈൻ ആയിട്ടാണ് F62 വന്നിരിക്കുന്നത്. ഈ ഡിവൈസിന്റെ ഫിസിക്കൽ ഓറിയോ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സിം ട്രേ എന്ന് പറയുന്നത് 2 സിമ്മും ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡും ഇടാൻ സാധിക്കുന്ന ഒരു ഹൈബ്രിഡ് അല്ല, ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ്. ഇനി റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് വോളിയം റോക്കേഴ്സും അതേപോലെ തന്നെ പവർ ബട്ടണിൽ തന്നെയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറും ഉള്ളത്. അപ്പോൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കണ്ടപ്പോൾ തന്നെ ഞാൻ കരുതി ഇതൊരു LCD ഡിസ്പ്ലേ ആയിരിക്കുന്നത്. പക്ഷേ ഈ ഡിവൈസിൽ നിങ്ങൾക്ക് ഒരു 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള സൂപ്പർ ആമോലെഡ് പാനലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു പാനലാണ്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 3ന്റെ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസും കൂടെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഡിവൈസിൽ നിങ്ങൾക്ക് HDR10+ന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അതുപോലെ ഈ ഡിവൈസിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുവാണെങ്കിൽ 88% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതും ഒരു പഞ്ച് ഹോൾഡാണ് ഫ്രണ്ടിലൂടെ ക്യാമറ വരുന്നത്. ഇനി ഏറ്റവും മേജർ ആയിട്ടുള്ള ചേഞ്ച് ഇവർ വരുത്തിയിരിക്കുന്നത് പ്രോസറിലാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ എക്സിനോസിന്റെ 9825 എന്ന് പറഞ്ഞൊരു പുതിയൊരു ചിപ്സെറ്റാണ്. അപ്പോൾ ഈ ചിപ്സെറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 765 ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് പ്രോസറുകളുടെ നമ്മളൊരു പെർഫോമൻസ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ തന്നെ മൾട്ടി കോറിൽ വളരെ നല്ല സ്കോറാണ് നമ്മുടെ എക്സിനോസിന്റെ 9825 കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിന്റെ ഒരു 3D ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ അതിലും സ്കോർ കൂടുതലാണ്. എന്തിന് AnTuTu സ്കോർ നോക്കുവാണെങ്കിൽ 44% കൂടുതൽ സ്കോറാണ് എക്സിനോസിന് വരുന്നത് സ്നാപ്ഡ്രാഗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഈ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസർ വെച്ച് ഒരേ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസർ 5G എനേബിൾഡ് ആണ്. എന്നാൽ ഈ ചിപ്സെറ്റ് ഈ ഡിവൈസ് നമുക്ക് 5G എനേബിൾഡ് അല്ല, 4G മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഈ ഡിവൈസിന്റെ TDP അഥവാ തെർമൽ ഡിസൈൻ പവർ നോക്കുവാണെങ്കിൽ 9 വാട്ടാണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 765ക്ക് 8 വാട്ട് മാത്രമേ ഉള്ളൂ. അതായത് TDP എന്ന് പറയുന്നത് എത്രത്തോളം ഹീറ്റാണ് ഈ പ്രോസർ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറച്ച് കൂടുതൽ വരുന്നത് എക്സിനോസിന്റെ ഈ പ്രോസറിലാണ്. എന്നാൽ ഇതിന്റെ കൂടെ ഗെയിമിങ്ങിനായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്നത് ഒരു 8 GB റാമാണ്, 8 GB LPDDR4X റാമാണ്. അപ്പോൾ ഈ ഒരു റാമിന്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് 128 GB UFS 2.1 സ്റ്റോറേജ് ആണ്. എന്നാൽ 1 TB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇനി പൊതുവേ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകൾ വെച്ച് നമ്മൾ എക്സിനോസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാറ്ററി കൺസപ്ഷൻ കുറച്ച് കൂടുതലാണ് എക്സിനോസ് പ്രോസറിൽ, ഇതിലും കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്നാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ ഡിവൈസിൽ വളരെ വലിയൊരു 7000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ചാർജിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 25 വാട്ടിൻ്റെ ചാർജർ വെച്ച് 7000 mAh നിങ്ങൾ ചാർജ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്ത് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നതാണ്. ഇനി അടുത്തത് ഈ ഡിവൈസിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയാണെങ്കിൽ ബാക്കിൽ നിങ്ങൾക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ 64 മെഗാപിക്സലിൻ്റെ സോണിയുടെ IMX682 സെൻസറാണ്. സെക്കൻഡറി ക്യാമറ നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും. സർപ്രൈസിംഗ്ലി ബാക്കി 2 ക്യാമറ ഒരെണ്ണം മാക്രോയും ഒരെണ്ണം ഡെപ്ത് സെൻസറും ആണെങ്കിലും അത് 2 മെഗാപിക്സൽ അല്ല, 5 മെഗാപിക്സലിൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ 32 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയ്ക്ക് നിങ്ങൾക്ക് 4Kയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടും പറ്റും. ഇനി മറ്റ് കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5.0 കിട്ടുന്നുണ്ട്. അതേപോലെ USB-C പോർട്ട് 3.5mm ജാക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് NFC സപ്പോർട്ടും കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ 5G ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഡിവൈസിൽ കിട്ടുന്നുണ്ട്. ഇനി ഇത്രയും വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡിവൈസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 218 grams ആണ് വരുന്നത്. അപ്പോൾ ഇൻബോക്സ് ആയിട്ട് നിങ്ങൾക്ക് കേസ് കിട്ടാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ എക്സ്റ്റേണൽ കേസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഫോണായിട്ടായിരിക്കും തോന്നുന്നത്. ഇനി ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 23,999 rupees-നാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡിവൈസ് ആദ്യമായിട്ട് സെയിലിൽ പോകുന്നത് ഫെബ്രുവരി 22 ഫ്ലിപ്കാർട്ടിലൂടെയും സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലൂടെയാണ്. അപ്പോൾ എന്തായാലും 23,999 rupees-ന് 5G ഇല്ലെങ്കിലും വളരെ നല്ലൊരു ഡീൽ തന്നെയാണ് ഈ ഡിവൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.